ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു സത്യം ചെയ്തു, അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കണത് അതിനേലും നന്മ വേറൊരു കാര്യത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്തു പോയ, അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്തു പോയ ആ സത്യം ഒരിക്കലും ആ നന്മയെ മുടക്കുന്ന രീതിയിലാവരുത്. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്തൊരായത്ത്. പിന്നീട് ഈ പേജിൽ വരുന്നത് എന്താണ്, സ്ത്രീകളുടെ ത്വലാഖിനെ സംബന്ധിച്ചും ഇദ്ദാ കാലത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പേജിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. ഈ ആയത്തിൽ അള്ളാഹു പറയണത്, നമ്മളൊരു സത്യം ചെയ്യാണ്, മനഃപൂർവ്വമല്ലാണ്ട്, മനസ്സിൽ തട്ടാണ്ട് വെറുതെ നമ്മൾ വർത്താനത്തിൽ ഒരു വ്യർത്ഥമായൊരു വാക്ക് മൂലം നമ്മളൊരു സത്യം ചെയ്തു പോയി. പക്ഷെ അങ്ങനെ ഒരു സത്യത്തിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ഒരിക്കലും പിടികൂടുകയില്ല. അതായത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളത് നടപ്പാക്കിയില്ലെങ്കിലും അള്ളാഹു നിങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടിയൊന്നും എടുക്കൂല. പക്ഷേ നിങ്ങൾ ഹൃദയം അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല, എന്തൊരു സത്യമാകട്ടെ, മനസ്സുറപ്പിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യം നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പിടികൂടും. പിന്നെ പറഞ്ഞു, അള്ളാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, സഹനശീലനാണ്, അല്ലേ? നമ്മൾ വെറുതെ നമ്മുടെ വായിൽ നിന്ന് വന്നു പോയൊരു വാക്കിൻ്റെ പേരിലൊന്നും അള്ളാഹു നമ്മളെ പിടിച്ച് ശിക്ഷിക്കില്ല. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, സഹനശീലനാണെന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു സത്യം അല്ലെങ്കിൽ ഒരു നേർച്ച ചെയ്യുക, അല്ലേ? ഒരു നേർച്ച ചെയ്യണത് എങ്ങനെയുണ്ട്? 2 തരത്തിലുണ്ട്. നമുക്ക് ഒരു കാര്യം ഇപ്പോൾ വിചാരിക്കുകയാണ്, എനിക്കിപ്പോൾ ശമ്പളം കിട്ടിയാൽ, ഈ മാസം ശമ്പളം കിട്ടിയാൽ ഞാനൊരു 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് നമ്മളൊരു ശപഥം ചെയ്യണം, അല്ലെങ്കിൽ ഒരു നേർച്ച നടത്തുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ എന്താണ്, സാധാരണ രീതിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടിയാൽ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതൊരു നിയമമൊന്നുമല്ല, അല്ലേ? പക്ഷേ നിർബന്ധമായ കാര്യമല്ലെങ്കിലും നമ്മൾ ഇത് മനസ്സിലുറപ്പിച്ച് അങ്ങനെ ഒരു നേർച്ച ചെയ്താൽ നമ്മളുടെ മേലിൽ അതൊരു ബാധ്യതയായി, അത് നിർബന്ധ കർമ്മമായി. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യാം. ഇനിയല്ല, നമ്മളൊരു നിബന്ധന വെച്ചിട്ട് നേർച്ച ചെയ്യില്ല. അതിനെ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് മക്രൂഹാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്, എൻ്റെ മോൻ്റെ അസുഖം മാറ്റിത്തരാണെങ്കിൽ ഞാനൊരു 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തോളാം ഒരാൾ നെയ്യത്താക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ആ ഒരു നമ്മ നേർച്ച കൊണ്ട് അള്ളാഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റുന്നില്ല എന്നാണ് പറയണത്. പിശുക്കൻ്റെ കയ്യിലെ ധനം പുറത്തേക്ക് എടുക്കാനല്ലാണ്ട് ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാന്ന്. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നമ്മൾ ഒരു നേർച്ച നേരലോട് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മളൊരു കാര്യം ചെയ്തു, ഒരു നേർച്ച ചെയ്തു, അത് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്താണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞത്, അല്ലേ? 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ 3 നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സുറപ്പിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ മേൽ ബാധ്യതയായി, നമുക്കത് നിർബന്ധ കർമ്മമായി, പരമാവധി നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം. അത്രയേ ഉള്ളൂ ആദ്യത്തെ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത്. അടുത്ത ഒരു വിഷയം പറയണത്, മുമ്പത്തെ കാലത്ത് അറബികളിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. അവർ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകളൊക്കെ വരുമ്പോൾ ഈ ഭർത്താക്കന്മാർ പറയും, ഞാൻ നിന്നെ ഈല ചെയ്തു എന്ന് പറയും. ഈല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശപഥം ചെയ്യുക എന്നാണ്. ഈ ഭർത്താക്കന്മാർ പറയും, ഞാൻ നീയുമായി ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂലെന്ന് അങ്ങോട്ട് ശപഥം ചെയ്യും. അത് പണ്ടത്തെ കാലത്ത് അറബികളിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. അങ്ങനെ നിങ്ങൾ ലില്ലദീന യുലൂന, നിങ്ങൾ യാതൊരു കൂട്ടർ ശപഥം ചെയ്യുന്നു, മിൻ നിസാഇഹിം, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ. അതായത് ഭാര്യമാരെ കുറിച്ച് ഇങ്ങനെ ഒരാൾ ശപഥം ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ തറബ്ബുസു 4 അശ്ഹുർ,
അവര് 4 മാസം കാത്തിരിക്കട്ടെ എന്ന്. ആര്? ഭാര്യമാര് 4 മാസം കാത്തിരിക്കണം എന്നാണ് ഇവിടെ പറയണത്. ഫഇം ഫാഉ, എന്നാൽ അവർ മടങ്ങി വന്നാൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞു. അതായത് ഈ ഭർത്താക്കന്മാര് പറഞ്ഞു, ഞാൻ നിന്നെ ഇലാഹ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇലാഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു വിവാഹമോചനമാണില്ല. പക്ഷെ സ്ത്രീകളുടെ അടുത്തേക്ക് ഇവർ വരില്ല, ഭർത്താക്കന്മാർ വരില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, 4 മാസം വരെ ഇവരെ വെയിറ്റ് ചെയ്യണം. 4 മാസത്തിനുള്ളിൽ ഇവർ നന്നായി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരികയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തുടർന്നുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാം. ഇപ്പം എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ പറഞ്ഞു പോയതാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സലിയുണ്ടാവും, അല്ലെങ്കിൽ ആ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഇവർക്ക് തിരിച്ച് നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകാം. അപ്പം അല്ല, ഇനി ഇവർക്കത് തിരിച്ചിവർ വരണില്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും നിയമ നടപടികൾ നിങ്ങൾക്ക് എടുക്കാമെന്ന് സ്ത്രീകളോട് പറഞ്ഞു തരാണ്. അപ്പോൾ മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇവർ ഇങ്ങനെ ഇലാഹ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാര്യമാരെ അങ്ങനെ വിവാഹമോചനം ചെയ്യേയില്ല, വിവാഹമോചനം ആവൂല, ഇവർക്ക് വേറൊരു ജീവിതത്തിലോട്ട് പോകാനും പറ്റില്ല. പക്ഷേ ഈ ഭർത്താക്കന്മാർ ഇവരുടെ അടുത്തേക്ക് വരികയില്ല. ഈ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 4 മാസം കഴിഞ്ഞിട്ടും ഈ ഭർത്താക്കന്മാർ ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ത്വലാഖായി മാറും എന്നാണ്, തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു ത്വലാഖായി മാറും എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്താണ്, അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, വൈൻ അസമുത്വലാഖ, അവർ വിവാഹമോചനം തീർച്ചയാക്കിയെങ്കിൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ വിവാഹമോചനം തീർച്ചയാക്കിയാൽ എന്ന്. അപ്പോൾ ആ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 4 മാസം കഴിഞ്ഞിട്ട് ഇവർ പറയണം, ഞാൻ ത്വലാഖ് ചെയ്തു എന്ന് പറഞ്ഞാലാണ് ത്വലാഖ് ആവുള്ളൂ എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ പറയണത് 4 മാസം കഴിഞ്ഞാൽ ഇവർ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ത്വലാഖായി മാറും എന്നാണ് പറയണത്. ഇനി ഇവർ അല്ല തിരിച്ചു വരികയാണ്, 4 മാസത്തിന് മുന്നേ ഇവർക്ക് തോന്നുകയാണ്, മനസ്സൊക്കെ മാറി തിരിച്ചു വന്നാൽ ഇവരെന്ത് ചെയ്യണം? ഇവർ ചെയ്ത ഒരു സത്യത്തിനെയാണ്, ശപഥമാണ് ഇവർ ലംഘിച്ചത് അല്ലേ? അപ്പോൾ ആ ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രായശ്ചിത്തത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവർ നടത്തണം എന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഇല ഒന്നും ഇല്ലെങ്കിലും, ഇല പറഞ്ഞില്ലെങ്കിലും, ഇങ്ങനെ ഞാൻ നിന്നുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടില്ല എന്ന് പറയാൻ ഒരു ശബ്ദം എടുക്കത്തിട്ടില്ലെങ്കിലും ഒരു ഭർത്താവും ഒരു ഭാര്യയുടെ അടുത്ത് 4 മാസത്തിൽ കൂടുതൽ അടുപ്പില്ലാണ്ടിരിക്കരുത് എന്നാണ് ഈ ആയത്തിൽ നിന്ന് പറഞ്ഞു തരുന്നത്. അപ്പം ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം സൈനികന്മാരെയൊക്കെ ഒരു 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവധിക്ക് വീട്ടിലോട്ട് വിടും എന്നാണ്. അതിൽ കൂടുതൽ ഭാര്യമാരായിട്ട് പിരിഞ്ഞു നിൽക്കാനായിട്ട് ഒരവസരം ഉണ്ടാവരുത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ ഇനി അടുത്ത ആയത്തിൽ പറയണത് ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീനെ കുറിച്ചിട്ടും അവരുടെ ഇദ്ദാ കാലത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയണത്. നമുക്ക് നോക്കാം. വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. വൽ മുത്തല്ലഖാത്തു എന്ന് വെച്ചാൽ എന്താണ്? വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീയാണ് മുത്തല്ലഖാത്ത്. യതറബ്ബസ്ന, അവൾ കാത്തിരിക്കണം, ബി അംഫുസിഹിന്ന, അവരുടെ ദേഹങ്ങളുമായി. അതായത് ആ സ്ത്രീകൾ കാത്തിരിക്കണം. എങ്ങനെയാണ്? സലാസത്ത ഖുറൂ, 3 ആർത്തവ കാലം. അപ്പോൾ ഇദ്ദ എന്ന് പറയുന്നത്, ഒരു വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് 3 ആർത്തവ കാലമാണ്, അല്ലെങ്കിൽ 3 ശുദ്ധികാലം എന്നാണ്. ഈ ഖുറൂഇന് 2 തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. ആർത്തവകാലം, അശുദ്ധികാലം എന്നും ഒരർത്ഥമുണ്ട്, അല്ല ശുദ്ധികാലം എന്നും അർത്ഥമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താ, 3 പീരീഡ്സ് കഴിയണം വരെ, അല്ലെങ്കിൽ ഇവരെ അഭിപ്രായത്തിൽ 2 അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ 3ാമത്തെ പീരീഡ്സ് തുടങ്ങണ ആ സമയം തുടങ്ങി ഇവർ ഫ്രീ ആണ്. ഇനി അല്ലെങ്കിൽ ഇത് കഴിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ചിലവർ പറയണത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 3 മാസം, കൂടിയ 3 മാസം, ഒരു 7 ദിവസമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പല സ്ത്രീകൾക്കും പല രീതിയിലാണല്ലേ. അപ്പോൾ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ 3 ആർത്തവകാലമാണ് കാത്തിരിക്കേണ്ടത്. അപ്പോൾ വിവാഹമോചനം നടക്കേണ്ടത് ഏത് സമയത്താണ്? ശുദ്ധിയായ കാലത്താണ്. ഒരിക്കലും ആർത്തവത്തിൻ്റെ സമയത്ത് വിവാഹമോചനം നടത്താൻ പാടില്ല. അങ്ങനെ ഒരു ശുദ്ധികാലത്ത് ഇവരെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ആർത്തവകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇദ്ദാ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്നാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭാര്യയുടെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ സാധാരണയായി കണ്ടുകൊണ്ടിരിക്കണം അല്ലേ. പക്ഷെ ഒരിക്കലും ഖുർആൻ നമ്മളെ പഠിപ്പിക്കണത് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നു, ഭർത്താവ് പറയാണ് ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികളൊന്നും വേണമെന്ന് പറയണില്ല. ഭാര്യയോട് പറയാണ് ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആർത്തവ കാലം സ്ത്രീ അവിടെ വെയിറ്റ് ചെയ്യണം.
ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണ്. സൂറത്തു ത്വലാഖിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭാര്യ ഇവിടെ വിട്ട് പോവാനോ ഭർത്താവ് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനോ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാര്യ ഗർഭിണിയാണോ എന്നറിയാനാണ് ഒരു കാര്യം. പിന്നെ എന്താ, ഇവർക്ക് വീണ്ടും ഒന്ന് യോജിക്കാനായിട്ട് അള്ളാഹു ഒരു അവസരം കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ എന്താ പെട്ടെന്ന് പൊട്ടിച്ചെറിയേണ്ട ഒരു ബന്ധമല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക. ഒരു 3 മാസം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ദേഷ്യമൊക്കെ മാറും. കാരണം ദിവസം കണ്ടുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഭാര്യനെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള ദേഷ്യം അങ്ങോട്ട് മാറിയേക്കാം. പിന്നെ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് അതിന് വേറെ നിബന്ധനകളൊന്നുമില്ല. നല്ല രീതിയിലാവാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. അതാണ് ഇവിടെ പറയണത്. പിന്നെ ഈ കാലഘട്ടത്തിൽ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കാന്ന് വെച്ചാൽ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ നമ്മൾ പറഞ്ഞു 3 ആർത്തവകാലമാണ്. പക്ഷേ ഈ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവളുടെ കാലം പ്രസവിക്കുന്നത് വരെയാണ്. അപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ ആദ്യത്തെ 1-2 മാസമൊന്നും ആർക്കും അറിയാൻ പറ്റില്ല അല്ലേ? ഗർഭിണിയാണെങ്കിലും പുറത്തേക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവളിത് ഒളിപ്പിച്ച് വെക്കണം. എന്തിനായിരിക്കാം? ഇത് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം എങ്ങനെയാണ്? പ്രസവം തീരണ വരെ ഈ പെണ്ണ് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ സ്ത്രീ ചിലപ്പോൾ ഇത് ഒളിപ്പിച്ചു വെക്കാം. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ തന്നതിനെ, സൃഷ്ടിച്ചിട്ടുള്ളതിനെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല എന്ന്. അതാണ് അടുത്ത ആയത്തിൽ പറയണേ. വൽ മുത്തല്ലഖാത്തു, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ, യതറബ്ബസ്ന, അവർ കാത്തിരിക്കണം, ബി അംഫുസിഹിന്ന, അവരുടെ ദേഹങ്ങളുമായി, സലാസത്ത ഖുറു, 3 ആർത്തവകാലം കാത്തിരിക്കണം, അല്ലെങ്കിൽ 3 ശുദ്ധികാലം അവർ കാത്തിരിക്കണം. വലാ യഹില്ലു ലഹുന്ന, അവർക്ക് അനുവദനീയമല്ല, യഹില്ലു ഹലാലല്ല, അനുവദനീയമല്ല, ഐ യക്തുംന, അവർ ഒളിപ്പിച്ചു വെക്കാൻ. കത്തമാന്ന് വെച്ചാൽ എന്താണ്? ഒളിപ്പിച്ചു വെക്കുക എന്നാണ് അർത്ഥം. അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ അനുവദീയമല്ല. മാ ഖലഖല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചതിനെ, ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെ ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് അനുവാദമില്ല. എങ്ങനത്തെ സ്ത്രീ ആണെങ്കിലാണ് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറയാണ്. ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈ സ്ത്രീ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവളാണെങ്കിൽ അവളുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെ അവൾ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. ഇനി പറയാണ്, ഭർത്താക്കന്മാരെ കുറിച്ച് പറയാണ്, വബൂലത്തുഹുന്ന, അവളുടെ ഭർത്താക്കൾ, അത് ഭർത്താവ്, അഹഖു, ഏറ്റവും അർഹനാണ് അല്ലെങ്കിൽ അവകാശപ്പെട്ടവനാണ്, ബിറദ്ദിഹിന്ന, അവളെ മടക്കിയെടുക്കുവാൻ, ഫീദാലിക്ക, ഇതിൽ നിന്നും, ഇൻ അറാദു ഇസ്ലാഹ, ഈ ഭർത്താവ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചാൽ ഇവളെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹൻ ആരാണ്? ഭർത്താവ് തന്നെയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ത്വലാഖിൻ്റെ അധികാരം കൊടുത്തിട്ടുള്ളത് ഭർത്താവിൻ്റെ കയ്യിലാണ്. സ്ത്രീകൾക്ക് അതിൻ്റെ അധികാരം തന്നിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇനിയിപ്പോൾ ഒരു കേസാണ്, ഭർത്താവിന് കുഴപ്പമില്ല, ഭാര്യയ്ക്കാണ് ഈ ഭർത്താവിൻ്റെ കൂടെ യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് ഖുൽഅ ചെയ്യാം. അതായത് ഈ ഭർത്താവ് തന്നിട്ടുള്ള സമ്മാനങ്ങളും മഹറും ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് ത്വലാഖിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. അവിടെയാണ് ഖുൽഅ എന്ന് അതിനെ പറയണതാണ് ഖുൽഅ എന്ന് പറയും. അള്ളാഹു സ്ത്രീകൾ കുറച്ചും കൂടി ഇമോഷണലാണ്. പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുത്തു കളയുമൊന്നും ആലോചിക്കാണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഭർത്താക്കന്മാർക്കാണ് ഇതിൻ്റെ അധികാരം കൂടുതലും നൽകിയിട്ടുള്ളത്. ഇനിയൊരു ഭർത്താവ് നല്ല രീതിയിലും പോവുകയില്ല, എന്നാൽ ത്വലാഖും കൊടുക്കൂല എന്നൊരു കണ്ടീഷനിൽ നിയമ നടപടികളിലോട്ട് പോകാൻ പറ്റും ഭാര്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അള്ളാഹു ഇതിന് ഏറ്റവും അവകാശം അല്ലെങ്കിൽ അർഹനാക്കിയിരിക്കുന്നത് ത്വലാഖ് നടത്താൻ ഭർത്താവിനെയാണെന്നാണ് പറയണത്. പിന്നെ പറയണത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിമാറൂഫ്, ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഭർത്താവിനോട് കടമയുള്ളതുപോലെ തന്നെ ഭർത്താവിന് തിരിച്ചും ഇവരോട് കടമയുണ്ട്. മര്യാദ അനുസരിച്ച് തന്നെ അവരോടും പെരുമാറണം എന്നാണ് പറയണത്. വലി റിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലൊരു പദവി ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ പറയണില്ലേ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്നൊക്കെ, ഒരിക്കലും ഒരുപോലെ അല്ല എന്ന് അള്ളാഹു പറയാണ്. പുരുഷനാണ് എപ്പോഴും അവളുടെ മേലൊരു ദറജ, ഒരു പദവി കൂടുതൽ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശാരീരിക ശേഷി നോക്കുകയാണെങ്കിലും പുരുഷന്മാർക്കാണ് അള്ളാഹു കൂടുതൽ ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളത് അല്ലേ? നമ്മൾ എത്ര ഫെമിനിസ്റ്റുകളാണെങ്കിലും ഇപ്പോൾ ഒരു അത്ലറ്റിക്സിൽ ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മത്സരിക്കാതെ ആരും പറയണില്ലല്ലോ. ഒരു ഫെമിനിൻ കാറ്റഗറി ഉണ്ട്, ഒരു മെയിൽ കാറ്റഗറി ഉണ്ട്. എന്തിനാ അത് വെക്കണത്? രണ്ടുപേരും വ്യത്യസ്തരായതുകൊണ്ടാണ് കായിക ശേഷിയിൽ. അപ്പം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാണ്ട് നിവർത്തിയില്ല. അള്ളാഹു പറയാണ് പുരുഷന്മാർക്ക് ഒരു പദവി അള്ളാഹു
കൂടുതൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അള്ളാഹു സൂറത്തു നിസായിൽ പറയുന്നുണ്ട്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന്. അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കാര്യം നടത്തിപ്പുകാരാണ്. കാരണം അവർക്കാണ് കാര്യങ്ങൾ നടത്താൻ ഒരു വീട്ടിലെ അന്തിമ തീരുമാനം എടുക്കണം എപ്പോഴും പുരുഷനായിരിക്കും അല്ലേ. അതിന് കാരണം അള്ളാഹു പറയുന്നുണ്ട് അവിടെ തന്നെ, എന്താണ്, ഈ പുരുഷന്മാരാണ് അവരുടെ സ്വത്തുക്കളിൽ നിന്നും ചെലവഴിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം, പിന്നെ അള്ളാഹു സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ അവരെ കുറച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുകയാണ്. അപ്പം ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുകയാണ്, ഇനി സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കം നേരിട്ടാൽ ആദ്യം തന്നെ ഓടിപ്പോയിട്ട് തൊലാക്ക് ചെയ്യല്ല വേണ്ടത്. ആദ്യം അവരോട് നിങ്ങൾ നല്ല രീതിയിൽ ഉപദേശിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഉപദേശം കൊണ്ടൊന്നും നന്നാവണില്ലെങ്കിൽ നിങ്ങൾ കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്നും മാറിക്കിടക്കുക. അതായത് സ്ത്രീകളുമായി ഒരുമിച്ച് കിടക്കാണ്ടിരിക്കുക, റൂം മാറിക്കിടക്കുക, അതായത് ബന്ധപ്പെടാണ്ടിരിക്കുക എന്നർത്ഥം. അതും കഴിഞ്ഞിട്ടും ഇവർ നന്നാവണില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രഹരങ്ങളൊക്കെ ആവും, വളരെ ചെറിയ രീതിയിൽ. ഒരിക്കലും ഇതും അള്ളാഹു തല്ലിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെന്നിട്ട് തല്ലിക്കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ മര്യാദകളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു ഭാര്യ എന്നല്ല ഒരാളുടെയും മുഖത്തടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു ആദ്യം പറയണത് തൊലാക്കിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയണേ. ആദ്യം എന്തെങ്കിലും സ്വരച്ചേർച്ച വരാണെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഗുരുതരമായ തെറ്റ്, ഭർത്താവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ ആദ്യം തന്നെ നല്ല രീതിയിൽ ഉപദേശിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്ത് നന്നാവണില്ല എന്ന് കണ്ടാൽ കിടപ്പ് സ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുക. അതും കഴിഞ്ഞിട്ട് നന്നാവണില്ലെങ്കിൽ ചെറിയ പ്രഹരങ്ങളൊക്കെ ആവാം. എന്നിട്ടും ഇവർ നന്നാവാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ ഭാര്യയുടെ സൈഡിൽ നിന്നും ഒരാളും ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും ഒരാളും വന്നിട്ട്, മധ്യസ്ഥന്മാർ വന്നിട്ട് ഇവർ തമ്മിൽ സംസാരിച്ച് നല്ല രീതിയിലാക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ടും നന്നാവണില്ലെങ്കിലാണ് ഒരു രക്ഷയില്ല, എങ്ങനെ നോക്കിയാലും ഒന്നിച്ച് പോകില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹു തൊലാക്ക് പറയണുള്ളൂ. അള്ളാഹു തൊലാക്ക് അനുവദിച്ച കാര്യമാണെങ്കിൽ കൂടിയും അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം കൂടിയാണത്. അപ്പോൾ അത്രയൊക്കെയാണ് തൊലാഖിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, നിങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് ഏറ്റവും അർഹൻ എപ്പോഴും പുരുഷൻ തന്നെയാണെന്ന് പറഞ്ഞു. അവർക്ക് അള്ളാഹു കുറച്ചൊരു പദവി കൂടുതൽ നൽകിയിട്ടുണ്ട്. അള്ളാഹു അസീസുൻ ഹക്കീം, അള്ളാഹു ഏറെ പ്രതാപശാലിയാകുന്നു, അഗാധജ്ഞനാകുന്നു എന്നാണ് പറയണത്. ഈ ഭാര്യമാർക്ക് ബാധ്യതയുള്ളതുപോലെ തന്നെ ഈ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കും ബാധ്യതയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പം അതിൽ ഭാര്യമാരോട് ഭർത്താവിനുള്ള കടമയെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, നീ ഭക്ഷിക്കുന്നതായാൽ അവൾക്കും ഭക്ഷണം കൊടുക്കുക, നീ വസ്ത്രം ധരിക്കുന്നതായാൽ അവൾക്കും വസ്ത്രം നൽകുക, ഒരിക്കലും മുഖത്തടിക്കാൻ പാടില്ല, ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല, വീട്ടിൽ വെച്ചല്ലാതെ അവളുമായി പിണങ്ങാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു സ്ത്രീയോട് ചെയ്യേണ്ട ബാധ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. തിരിച്ച് ഒരു ഭാര്യ ഭർത്താവിനോടുള്ള കടമ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഭർത്താവ് നോക്കുമ്പോൾ അവന് സന്തോഷം നൽകുന്നവളായിരിക്കണം ഭാര്യ. പിന്നെ അവനൊരു കാര്യം കൽപ്പിച്ചാൽ അത് അനുസരിക്കണം. തൻ്റെ ദേഹത്തിനെയോ ധനത്തെയോ സംബന്ധിച്ച വിഷയത്തിൽ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവർ പ്രവർത്തിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളുടെ കടമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്ത ആയത്തിൽ പറയണത് ത്വലാക്ക് 2 പ്രാവശ്യമാകുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ ത്വലാക്ക് ചൊല്ലുകയാണ്, ഇപ്പം ഈലാനെ തുടർന്നുകൊണ്ടോ അല്ലാതെയോ, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഈല ഒന്നുമില്ല, നേരെ പറയാണ് ത്വലാക്കാണ് അല്ലേ പറയണേ. ഒരുമിച്ച് ഞാൻ നിന്നെ 3 ത്വലാക്കും ചൊല്ലിയെന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കേണ്ട ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. മുത്തലാക്ക് എന്നുള്ള പരിപാടി ഇല്ല. അള്ളാഹു പറയാണ് ത്വലാക്ക് 2 പ്രാവശ്യമാകുന്നു. ആ 2 പ്രാവശ്യം എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാക്കാണ് ഈ 2 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ടൊരു ത്വലാക്കും കൂടി ഉണ്ട്, ആ ത്വലാക്കിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഈ 3ഉം കൂടി ഒന്നിച്ച് നടത്തണ പരിപാടിയില്ല. അള്ളാഹു പറയാണ്, നമുക്കൊരു എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നു, ഒരു ഭാര്യേനെ നമ്മൾ ഭർത്താവ് പറയാണ് ഞാൻ നിന്നെ ത്വലാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ 3 ആർത്തവകാലം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് തോന്നി എന്നാൽ ഇനി കുഴപ്പമില്ല, ദേഷ്യമൊക്കെ മാറി, വീണ്ടും ഇവർ ഒന്നിച്ച് ജീവിതം തുടങ്ങി. പ്രത്യേകിച്ച് അതിന് നടപടികളൊന്നും വേണ്ട, ഇവരൊന്നിച്ചായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ മുന്നോട്ട് പോയി, പിന്നെയും പ്രശ്നങ്ങളായി. പിന്നെയും ഈ ഭർത്താവ് പറയാണ് ഞാൻ നിന്നെ ത്വലാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും ഭാര്യ ഇദ്ദായിരിക്കണം, 3 മാസം അല്ലെ 3 ആർത്തവകാലം ഇദ്ദായിരുന്നു. അതിൻ്റെ ഇടയിലും ഭർത്താവിന് തോന്നി അനി സാരല്ല, എന്നാൽ ഒന്നും കൂടി ഒന്നിച്ചു പോവാന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഒന്നിച്ചു പോയി. പിന്നെയും ഒരു പ്രശ്നം വരാണ്. 3ാമതൊരു പ്രശ്നം വരുമ്പോൾ അള്ളാഹു പറയാണ് ഇനി നിങ്ങൾക്ക് ഇവളെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇനിയൊരു തലാഖും കൂടി ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഭാര്യനെ വേറൊരാൾ സ്വാഭാവികമായി കല്യാണം കഴിച്ച് അവരൊരുമിച്ച് ജീവിച്ചതിന് ശേഷം സ്വാഭാവികമായ തലാഖ് നടക്കണം. വെറുതെ അള്ളാഹിനെ പറ്റിക്കണ പരിപാടി പറ്റില്ല. 2 പ്രാവശ്യം കഴിഞ്ഞു 3ാമത്തെ പ്രാവശ്യം തലാഖ് ചൊല്ലി കഴിയുമ്പോൾ പിന്നെയും ഭാര്യനോട് സ്നേഹം തോന്നിയാൽ
തൽക്കാലത്തേക്ക് ഒരു വാടക ഭർത്താവിനെ ഏൽപ്പിച്ച് ഇന്ന് നിക്കാഹ് കഴിച്ച് നാളെ ത്വലാക്ക് ചൊല്ലി തിരിച്ച് കെട്ടാന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെയല്ല. അള്ളാഹു പറയണ സ്വാഭാവികമായി കല്യാണം കഴിച്ച് അവർ സ്വാഭാവികമായി തന്നെ ജീവിച്ച് ത്വലാക്ക് നടന്നാൽ മാത്രമാണ് ഈ ഭർത്താവിന് പിന്നെ ഈ ഭാര്യനെ കല്യാണം കഴിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞു ത്വലാക്ക് 2 പ്രാവശ്യമാണ്. എന്താണ്? തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാക്ക്. അപ്പോൾ ത്വലാക്ക് 2 വിധത്തിലുണ്ട്. ത്വലാക്ക് റജഈ ഉണ്ട്, ത്വലാക്ക് ബാഇനും ഉണ്ട്. റജഈ എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ത്വലാക്കാണ്. ബാഇൻ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഈലാ മുഖേന 4 മാസം കഴിഞ്ഞിട്ടും ഭർത്താവ് വന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ത്വലാക്ക് ആകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയണത് അത് ത്വലാക്ക് ബാഇനാണ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ അവർക്ക് അവിടെ വേറൊരു ചാൻസ് അള്ളാഹു കൊടുക്കണില്ല. അപ്പം ഇവിടെ പറയാണ് അത്വലാഖു മറത്താൻ, ത്വലാക്ക് അല്ലെങ്കിൽ വിവാഹമോചനം 2 പ്രാവശ്യമാകുന്നു, 2 ഘട്ടങ്ങളിലായിട്ടാകുന്നു. അല്ലാണ്ട് ഇന്ന് തന്നെ 2 കൂടി ചൊല്ലാന്നല്ല, അല്ലെങ്കിൽ 3 കൂടി ചൊല്ലാന്നല്ല. 2 പ്രാവശ്യം, 2 സമയമെടുത്ത് 2 പ്രാവശ്യമാകുന്നു. ഫഇംസാഖു ബിമഅറൂഫിൻ, എന്നിട്ട് നിങ്ങൾ സദാചാര പ്രകാരം പിടിച്ചു വയ്ക്കുക. അതായത് ഇദ്ദാ കാലഘട്ടത്തിൽ അവരോട് മര്യാദപൂർവ്വം പെരുമാറുക. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ പിരിച്ചുവിടുക. ഇദ്ദാ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ഇവർക്ക് പിരിച്ചുവിടാം. വലാ യഹില്ലുലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല അൻ തഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ഷൈഅ. ഇനിയിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് വളരെ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് പല സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ടാവും. മഹർ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ പലതരത്തിലുള്ള സമ്മാനങ്ങൾ, സ്വർണ്ണമായിട്ടോ വേറെ എന്തൊക്കെ ആയിട്ടോ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. തെറ്റിക്കഴിയുമ്പോൾ ഞാൻ തന്ന സമ്മാനങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാൻ പറയരുത്. മാന്യമായ പരിപാടിയല്ല. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. സൂറത്തു നിസായിൽ പറയേണ്ടത്, നിങ്ങളൊരു കൂമ്പാരം തന്നെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളതൊന്നും തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല. ഇനി ഇയാൾക്ക് എന്നെ വേറൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നി, ത്വലാക്കൊന്നുമല്ല, വേറെ കല്യാണം കഴിക്കാൻ തോന്നിയാലും ഈ ആദ്യ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു സമ്മാനവും തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. വലാ യഹില്ലുലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല അൻ തഖുദു വാങ്ങിക്കുന്നത്, മിമ്മ ആതൈതുമൂഹുന്ന നിങ്ങൾ അവർക്ക് കൊടുത്തതിൽ നിന്നും യാതൊന്നും തന്നെ ഇല്ല അൻ യഖാഫ. പിന്നെ ഒരു കണ്ടീഷൻ അവിടെ പറയാണ്, നിങ്ങൾ ഭയപ്പെട്ടാലല്ലാതെ. 2 പേരും ഭയപ്പെടുകയാണ്. അല്ലാ യുഖീമ ഹുദൂദല്ലാ, അള്ളാഹുവിൻ്റെ അതിർത്തികളെ നിലനിർത്തുകയില്ലെന്ന് 2 പേരും ഭയപ്പെട്ടാൽ എന്നാണ് പറയണത്. അവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്കാണ് ഭർത്താവിൽ നിന്നും വിവാഹമോചനം വേണ്ടതെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ പറയുന്നത് ഹുൽ എന്നാണ്. ഹുൽഇൻ്റെ അർത്ഥം ഉരിയുക, അഴിച്ചു വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ സ്ത്രീ ഭർത്താവിന് നൽകിയിട്ടുള്ള മഹറും തന്നിട്ടുള്ള സമ്മാനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നൽകിയ സമ്മാനങ്ങൾ തിരിച്ച് ഭർത്താവ് വാങ്ങിക്കാൻ പാടുള്ളൂ. ഇപ്പം ഭാര്യ പറയാണ് എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഭർത്താവിന് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. ഫഇൻ ഖിഫ്തും, ഇനി നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ, അല്ലാ യുഖീമ ഹുദൂദല്ലാ, അള്ളാഹുവിൻ്റെ അതിർത്തികളെ 2 ആളും നിലനിർത്തുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമ, എന്നാൽ 2 ആളുടെ മേലും കുറ്റമില്ല, ഫീ മഫ്തദ്, അവൾ സ്വയം മോചിതയാകുന്നതിൽ, ബിഹി, അതുകൊണ്ട്. ഈ ധനം അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സ്ത്രീ മോചിതയാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൻ്റെ ഇടയിൽ മധ്യസ്ഥന്മാരുണ്ടായിരിക്കും, ഭരണകർത്താക്കൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയണത്. ഇവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഇവൾക്കത് തിരിച്ച് ധനം നൽകിക്കൊണ്ട് സ്വയം ഒഴിവാകാവുന്നതാണ്. പിന്നെ പറയണത് തിൽക ഹുദൂദുല്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു. ഫലാ തഅതദൂഹ, ആരും അതുകൊണ്ട് അതിനാൽ നിങ്ങൾ അതിര് വിട്ട് പ്രവർത്തിക്കരുത്. ഈ പറഞ്ഞ നിയമങ്ങൾ വിട്ടിട്ട് നിങ്ങളാരും പ്രവർത്തിക്കരുത്. ഇപ്പം നമ്മൾ ഈ പറയണ നിയമങ്ങളൊക്കെ ഇപ്പം പറയാണ്, ഭർത്താവിന് സ്ത്രീ ധനം നൽകിക്കൊണ്ട് പിരിയാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അയാൾ തൊലാക്ക് കൊടുക്കൂലെങ്കിലോ, അങ്ങനെ ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും നിങ്ങൾ കാണിക്കരുത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ്. ഈ പറയണ കാര്യത്തിൽ നിങ്ങൾ മാന്യത പുലർത്തണം എന്നാണ് പറയണത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാ, ഇനി ആരെങ്കിലും അതിർത്തികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അതിക്രമിച്ചാൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമകാരികൾ എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ഇപ്പം മുമ്പ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തൻ്റെ ഭർത്താവിൽ നിന്നും ത്വലാക്ക് വേണം എന്ന് പറയാണ്. പ്രത്യേകിച്ച് ഒരു ഭർത്താവിനെതിരെ ഈ മതവിഷയത്തിലാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ ആണെങ്കിലോ ഈ സ്ത്രീക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ ശാരീരികമായ ചില വൈകല്യങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക് ആ ഭർത്താവിനെ വേണ്ട എന്നാണ് വന്ന് പറയണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് മഹറായി നൽകിയ ആ തോട്ടം നീ മടക്കി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇവർ പറഞ്ഞു മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ തോട്ടം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ത്വലാഖ് നൽകാനായിട്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പണ്ഡിതന്മാർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ നടത്താൻ ഉദ്ദേശിച്ചാൽ അവൾ ആ മഹറിൽ കൂടുതലായിട്ടൊന്നും തിരിച്ചു കൊടുക്കേണ്ടതാണ്. തന്ന മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ സ്ത്രീക്ക് അതിൽ നിന്നും ഒഴിവാകാം എന്നാണ് പറയണത്. പിന്നെ ഒരു ഹദീസ് ഉള്ളത്, ഏതെങ്കിലും ഒരു സ്ത്രീ പ്രത്യേകിച്ചൊരു വിഷമൊന്നും കൂടാണ്ട് എന്തെങ്കിലും ഒരു വിഷമൊന്നും കൂടാതെ അവളുടെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ അള്ളാഹു പറയാണ് ഈ സ്ത്രീക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന്. അപ്പോൾ ത്വലാഖ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അവർക്ക് അത്രയ്ക്കും ഒട്ടും പറ്റാത്ത, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ ഒരു ഭാര്യയ്ക്ക് ത്വലാഖ് ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ എന്നും അള്ളാഹു ഇവിടെ പറയാണ്. ഇനിയിപ്പോൾ പിന്നെ പറഞ്ഞു ഒരു സ്ത്രീയുടെ ഒന്നും മാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ ഭർത്താവിന്. ഈ സ്ത്രീ മനസ്സറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല സന്തോഷപൂർവ്വം വല്ലതും വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതും ആ ഭർത്താവിന് സ്വീകരിക്കാം. അത്രയൊക്കെയുള്ളൂ ഈ ഒരു കാര്യത്തിൽ പറയണം ഈ ആയത്തിൽ. അടുത്ത ആയത്തിൽ പറയണത് ഫഇൻ ത്വല്ലഖഹ, ഇനി അവളെ വിവാഹമോചനം ചെയ്താൽ, ഫലാ തഹില്ലു ലഹു, എന്നാൽ അവൾ അവന് അനുവദനീയമാവുകയില്ല, മിംബഅദു, ശേഷം. ഈ മൂന്നാമത്തെ ത്വലാഖ് 2 പ്രാവശ്യം തിരിച്ചെടുത്തു, പിന്നെയും ഒരു ത്വലാഖ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ഈ പുരുഷന് അനുവദനീയമാവുകയില്ല. ഏതുവരെയാണ്? ഹത്താ തൻകിഹ സൗജൻ ഗൈറ, അവനല്ലാത്ത വേറൊരു ഭർത്താവ് ഈ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് വരെ. വിവാഹം കഴിച്ച് ത്വലാഖ് ചെയ്താലല്ലാതെ ഈ ആദ്യത്തെ ഭർത്താവിന് ഭാര്യയെ പിന്നെ സ്വീകരിക്കാൻ പറ്റൂല. ഫഇൻ ത്വല്ലഖഹ, എന്നിട്ട് അവളെ വിവാഹമോചനം ചെയ്താൽ, രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്താൽ, ഫലാ ജുനാഹ അലൈഹിമ, എന്നാൽ പിന്നെ രണ്ടുപേരുടെ മേലും തെറ്റില്ല, അൻ യതറാജ, അവർ രണ്ടുപേരും മടങ്ങുന്നതിന്, വീണ്ടും അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ തെറ്റില്ല, ഇൻ ലൊന്ന, രണ്ടുപേരും ഉദ്ദേശിച്ചാൽ, അൻ യുഖീമ ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ അതിർത്തികളെ നിലനിർത്താമെന്ന് രണ്ടുപേരും ഉദ്ദേശിച്ചാൽ വീണ്ടും അവർക്ക് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയണത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അതിർത്തികളാകുന്നു. യുബയ്യിനുഹ, ഇത് അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ലിഖൗമി യഅലമൂൻ, ജനങ്ങൾ അറിയുവാൻ വേണ്ടി. നമ്മൾ അറിയുവാൻ വേണ്ടി അല്ലാഹു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ എങ്ങനെയാണ്, ഇതൊന്നും അറിയാണ്ട് തോന്നിയ മാതിരിയാണ് ത്വലാഖും കാര്യങ്ങളൊക്കെ നടക്കണേ അല്ലേ. അപ്പം അല്ലാഹു പറയാണ് ഇതൊക്കെ ഈ വിവരിച്ചു തരുന്നത് എന്തിനാണ്? നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കാണുക എങ്ങനെയാ, ചിലപ്പോൾ 3 ത്വലാഖും കൂടി ഒന്നിച്ചങ്ങോട്ട് ചെയ്യും അല്ലേ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയണത്, അങ്ങനെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ത്വലാഖ് ആകില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, അത് ഒറ്റ പ്രാവശ്യത്തെ ത്വലാഖേ ആകുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഇനി അല്ല 3 പ്രാവശ്യം ബോധമില്ലാണ്ട് പറഞ്ഞാലേ കഴിഞ്ഞു, ഇനി ചാൻസ് കഴിഞ്ഞു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്വലാഖിന് അല്ലാഹു അവസരങ്ങൾ തന്നിരിക്കുകയാണ്. പിന്നെ ഈ 3 എണ്ണം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് പിന്നെ അയ്യോ അബദ്ധമായി എന്ന് തോന്നാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? താൽക്കാലികമായി വാടക ഒരു ഭർത്താവിന് എടുക്കും അല്ലേ. തൽക്കാലം ചടങ്ങായിട്ടൊരു കല്യാണം നടത്തും. ഇന്ന് കല്യാണം കഴിച്ചു, നാളെ ഡൈവോഴ്സാക്കി, പിന്നെ വീണ്ടും അയാൾ കല്യാണം കഴിക്കുന്ന രീതി. അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ന് അറിയോ? ചടങ്ങ് നിൽക്കുന്നവനെയും ആർക്ക് വേണ്ടിയാണോ ഇവൻ നിൽക്കുന്നത് ഈ 2 കൂട്ടരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു ഇത്രയും അവസരങ്ങൾ തന്നിട്ടാണ് ത്വലാഖ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വിശദീകരിച്ച് തന്നെയെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ത്വലാഖ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീ ശുദ്ധിയായ കാലത്തായിരിക്കണം. ലൈംഗികമായി ബന്ധപ്പെട്ടൊരു സമയത്തും ആവാൻ പാടില്ല, ലൈംഗികമായി ബന്ധപ്പെട്ട ശുദ്ധികാലത്തും ആവാൻ പാടില്ല, ആർത്തവ കാലത്തും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു സമയത്തായിരിക്കണം വിവാഹമോചനം നടത്തേണ്ടത്. പിന്നെ വിവാഹമോചനം നടത്തിയ ഒരു സ്ത്രീയുടെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് 3 ആർത്തവ കാലം അല്ലെങ്കിൽ 3 ശുദ്ധികാലമാണ്. ഇനിയിപ്പോൾ ആർത്തവൊക്കെ നിലച്ചു പോയ സ്ത്രീയാന്ന് വെക്കാം, അവർക്ക് ആർത്തവം ഇല്ലെങ്കിൽ അവരുടെ ഇദ്ദ കാലം എങ്ങനെയാണ്? 3 മാസമാണ് അള്ളാഹു വെച്ചിട്ടുള്ള ഇദ്ദ കാലഘട്ടം. പിന്നെ ഇനി ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണെങ്കിൽ സാന്ദർഭികമായിട്ട് ഇവിടെ പറയാണ്, ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഒരു ഇദ്ദ കാലം എന്ന് പറഞ്ഞാൽ 4 മാസവും 10 ദിവസമാണ്. നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ടത്. ഇനി ഗർഭിണിയായ ഒരു സ്ത്രീ ആണെങ്കിൽ, ഭർത്താവ് മരിച്ച സ്ത്രീ ആയിക്കോട്ടെ, വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദ കാലം എന്ന് പറയുന്നത് പ്രസവം വരെയാണ്. ഇനി ഇദ്ദ ആചരിക്കേണ്ട ആവശ്യമില്ലാത്ത സ്ത്രീകളുണ്ട്. അവരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാലത്ത് കല്യാണം കഴിഞ്ഞു, വൈകുന്നേരം ആയപ്പോഴത്തേനും അടിയായി പിരിയാണ്, ത്വലാഖ് അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ടല്ലേ. പരസ്പര ലൈംഗിക ബന്ധം നടക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ ഭാര്യ ഇദ്ദ ആചരിക്കേണ്ടതില്ല. ഇത്രയൊക്കെയാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് ഈ പേജിൽ പറയണത്. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത പേജിലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.